ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി B6 മോഡലാണ്. ജനറൽ സർവീസ് ഉണ്ട്. അതിനേക്കാൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് വർക്കായിട്ട് കയറിയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഫ്രണ്ട് ബോഡിയൊക്കെ വണ്ടി ഒന്ന് മുട്ടിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ കവറുകൾ, ഹാൻഡിൽ ബാർ, ഇന്നർ കവർ, അതേപോലെ തന്നെ ഫ്രണ്ട് ബോഡി ബ്രാക്കറ്റ് ഇതെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനും കൂട്ടത്തിക്കടെ ജനറലായിട്ടുള്ള സർവീസിനും വേണ്ടിയിട്ട് വണ്ടി കയറ്റിയതാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അയച്ചാണ് വണ്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കംപ്ലയിൻസുകൾ, മാറ്റേണ്ട പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പറയാം കേട്ടോ. നിലവിൽ നമുക്ക് ജനറൽ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമിനൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി ഇടാം. ബ്രേക്ക് ലൈനർ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനകത്തും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ ലൈനർ പറയുന്നതിൻ്റെ പൊടി വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കേജ് ഉണ്ട്. ഓൾറെഡി നമുക്കിപ്പോൾ അത് ചെയ്യണമെന്നില്ല. പക്ഷേ ജനറലായിട്ടുള്ള സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് ഡാമേജ് ഉള്ളതും കംപ്ലയിൻസ് ഉള്ളതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഇവിടെ കാണുന്നത് ചെറിയൊരു ഓയിലിൻ്റെ ലീക്കേജാണ്. ആ ഓയിൽ ലീക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ട് വരും. അത് ആരംഭമാണ്, ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല. അടുത്ത സർവീസിലോ അല്ലെങ്കിൽ അതിനിടയിൽ എപ്പോഴെങ്കിലും ഇവിടെ കൂടുതലായിട്ട് ഓയിൽ ലീക്കേജ് കാണാണ്, ഇനി അതല്ല ഇവിടുത്തെ ഈ ബെയറിങ്ങിന് പ്ലേ കൂടുതലായിട്ട് വരാണെങ്കിൽ മാത്രം ചെയ്താലും മതി. ഇനി അതല്ല കൂട്ടത്തിൽ കൂടെ ചെയ്യണമെങ്കിൽ, ഇനി ആ കംപ്ലയിൻസ് അവിടെ വരാനേ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ അത് ചെയ്തു പോയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. നിലവിൽ അങ്ങനെ ഒരു ഓയിൽ ലീക്ക് നമ്മുടെ ഈ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഓൾറെഡി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഏകദേശം നമുക്ക് ഇത് മാത്രം അഴിച്ച് റിപ്പയർ ചെയ്ത് അതിൻ്റെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ലേബർ ചാർജ് അടക്കം വരുമ്പോൾ നമുക്ക് 950 രൂപയോളം നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് ചോദിക്കണതിൻ്റെ കേസ്. ചെയ്യണമെങ്കിൽ കൂട്ടത്തിക്കടെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകളാണ്. എയർ ഫിൽറ്റർ നമുക്ക് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. വലിയ പഴക്കമായിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. തുടച്ച് ക്ലീൻ ആക്കിയിടാം. പിന്നെ അതുപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എഞ്ചിൻ ഭാഗത്തുള്ള CVT ക്ലച്ച്. അത് ശരിക്കും പറഞ്ഞാൽ ലൂബ്രിക്കേഷൻസൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. നമ്മളതിനകത്ത് അഴിച്ച് ചെക്ക് ചെയ്യണേ. സാധാരണ രീതിയിൽ ഓയിൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇത് എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്കുണ്ട്, നിലവിൽ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ അതിന് സൈഡിൽ ഓയിൽ ലീക്കൊന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് എയർ അടിച്ച് ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്ത്, ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണതാണ്. ഓൾറെഡി അതും നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കാണ്. കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. നിലവിൽ ഡാമേജോ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ എന്നടങ്ങുന്ന ഒരു യൂണിറ്റാണത്. ഇതൊക്കെ CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് കേട്ടോ. നിലവിൽ അതിൻ്റെ തേമാനമൊക്കെ നമ്മൾ നോക്കി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന തേമാനമൊന്നുമില്ല, സാധാരണ രീതിയിലുള്ളതുള്ളൂ. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ്. CVT ക്ലച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്ടാണത്. അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും നമ്മൾ ചെക്ക് ചെയ്തു. അതും നോർമൽ സാധാരണ രീതിയിൽ തന്നെയുള്ളതാണ്. ഈ യൂണിറ്റാണ് നമുക്ക് ഇടയ്ക്ക് അഴിച്ച് ഗ്രീസിങ് ആവശ്യമായിട്ട് വരാം. ഇപ്പം നിലവിൽ സ്മൂത്താണ്, വർക്കിങ് കുഴപ്പമൊന്നുമില്ല. സാധാരണ നമുക്ക് ഇവിടെ വല്ല തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസോ വർക്ക് ചെയ്യാനായിട്ട് ടൈറ്റോ അനുഭവപ്പെട്ടാൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളത് അഴിച്ച് കൈയോടെ തന്നെ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ലച്ച് ചെക്കപ്പും ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ക്ലച്ച് ഗ്രീസിങ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയത്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് ശരിക്കും വാട്ടർ പേപ്പറൊക്കെ ഒന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ക്ലച്ച് കവറിൻ്റെ ആയാലും ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലായിരുന്നു അഴിച്ച് ഗ്രീസ് ചെയ്തതാണ്. ഇത്രയാണ് ക്ലച്ചിനകത്ത് വന്ന വർക്ക്. ക്ലച്ചിൽ വേറെ നിലവിൽ മാറ്റേണ്ട പാർട്സുകളൊന്നുമില്ല. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിടാം. ഗ്രീസിങ് ആവശ്യമായ ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ നിലവിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഫസ്റ്റ് നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടിയൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ എന്ന് പറഞ്ഞാൽ 2 കേബിളാണ് വരാം. ആക്സിലേറ്ററിന് 2 കേബിളാണ് വരാം. 2 കേബിളും മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റുന്നതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ടൈറ്റ് ഉണ്ട്. നമുക്കിത് മോഡൽ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി ആക്സിലേഷൻ റേസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്താൽ പിടിച്ചാൽ നിൽക്കാത്തൊരു കണ്ടീഷനിലേക്ക് റേസ് ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അത് ഓട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക്
പറയാൻ പറ്റില്ല, ഓരോ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആക്സിലേറ്റർ കേബിൾ കൈയോടെ തന്നെ മാറ്റുന്നതാണ് നല്ലത്. ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, കൂടി വന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ദിവസങ്ങളാണ് തള്ളി നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തിൽ തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ ബോഡിയൊക്കെ അഴിക്കുന്നതാണ്, കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോകാമെന്ന് പറഞ്ഞു. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ബാറ്ററിയുടെ സ്റ്റാറ്റസ് നല്ല ബാറ്ററി ആണോ, കംപ്ലൈൻറ്റ് ഉണ്ടോ, കംപ്ലൈൻറ്റ് ആവാറായിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഇരിക്കുന്ന ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ടും 4 ആമ്പിയറും എന്ന ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.74 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഇപ്പോഴത്തെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഡാമേജ് എന്നുള്ള രീതിയിലാണ് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചതാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചില കേസിൽ ഈ മീറ്ററിൻ്റെ കോൺടാക്റ്റുകളിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാലും ഈ പ്രോബ്ലം കാണിക്കാറുണ്ട്. 12.71 തന്നെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും കൊടുക്കുമ്പോഴും വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ വണ്ടി സെൽഫൊക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിപ്പോൾ ജനറലായിട്ട് സർവീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അഴിച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനറൽ സർവീസ് നിങ്ങൾ നോക്കിയില്ലേ എന്നുള്ള ചോദ്യം വരാതിരിക്കാനാണ് കൃത്യമായിട്ട് നമ്മൾ എടുത്ത് പറയണത്. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, കൈയോടെ നമുക്ക് മാറ്റണമെങ്കിൽ കൈയോടെ മാറ്റിയിടാം. ഇനി അതല്ല കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് കാണിച്ചേക്കാം, ചിലപ്പോൾ 3-4 മാസം ചിലപ്പോൾ കിട്ടിയേക്കാം. അത് നിങ്ങൾ പറയണ പോലെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അതും ഒരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിക്കൂടെ മാറ്റാവുന്നതാണ്. പിന്നെ നമുക്കതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ പൊട്ടിപ്പോയതാണ് മീറ്റർ വർക്കാവാത്തതിൻ്റെ കാരണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബോഡി കവറുകൾ നമുക്ക് ഇന്നർ കവർ മാറ്റുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട വർക്കുകളാണ്. അത് ജനറൽ സർവീസിലോ അല്ല, അത് ആക്സിഡൻറ്റ് വർക്കാണ്, അതിന് അഡീഷണൽ ലേബർ വന്ന വർക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന ഈ ബോഡി കവർ ഹാൻഡിൽ ബാർ പോയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തൊരു ഐറ്റം, അത് നമുക്ക് അഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഉള്ളിൽ വന്ന ഈ ഇതിൻ്റെ ബോഡി ബ്രാക്കറ്റ് പൊട്ടിയിരിക്കണം കേട്ടോ. ഇതിന്മേന്ന് പൊട്ടിപ്പോയേക്കാണ്, കണ്ടോ ഈ ഒരു അവസ്ഥയിൽ പൊട്ടിക്കിടക്കുക. പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചിടാനാണ്, അതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗും നമുക്ക് കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടാണ് മതി. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത്. ഓയിൽ അത്യാവശ്യം ഒരുവിധം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. 100% നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റില്ല. ഓയിൽ ചേഞ്ച് കറക്റ്റായിട്ട് നമ്മൾ കിലോമീറ്ററിനനുസരിച്ചിട്ടാണ് ചെയ്യുക. 3000 കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ചിൻ്റെ പീരീഡ്. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ കളർ മാറിയാലും, കളർ മാറിയില്ലെങ്കിലും 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റാം. അതാണ് ശരിക്കും റൈറ്റ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ജനറലായിട്ടുള്ള സർവീസും അതുകൂടാതെ കൊണ്ട് ആക്സിഡൻറ്റിൽ നമുക്ക് മാറ്റേണ്ടി വരുന്ന ബോഡി പാർട്സുകളുടെ എല്ലാത്തിൻ്റെയും ആക്സിലേറ്റർ കേബിൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അതിനകത്ത് നിലവിൽ നമ്മൾ ബാറ്ററി ഉൾപ്പെടുത്തുന്നില്ല. ബാറ്ററി നിലവിൽ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുള്ളൂ. ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഭാഗവും പൊട്ടിയിട്ടുണ്ട് കേട്ടോ, അതിന് പറയാൻ പറ്റുമോ കേസാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയത്തെ ഈ ബോഡി പാർട്സുകളും ജനറലായിട്ടുള്ള സർവീസും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. ആ എഞ്ചിൻ ഓയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയണം. അതേപോലെ ബാറ്ററി എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ അതും കൂടിയും പറയണം കേട്ടോ. അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തില്ല. ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസാണ് വാട്സാപ്പിലേക്ക് ഇടണേ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റിപ്ലൈ കിട്ടിയാൽ മാത്രമാണ് ബാക്കിയത്തെ വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൈയോടെ തന്നെ റിപ്ലൈ ഇടാനായിട്ട് മറക്കരുത്. വാട്സാപ്പിൽ ഇടാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാം. എങ്ങനെയായാലും റിപ്ലൈ കിട്ടണം, എന്നാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആവറേജ് ഞങ്ങൾക്ക് എമൗണ്ട് വന്ന വർക്കാണ്. അപ്പോൾ റിപ്ലൈ കിട്ടാണ്ട് ഒരു കാരണവശാലും നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. അപ്പോൾ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇട്ടേക്കാം, കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേരെ.